everyone, welcome to Jupiter Class 9. It's me and Nafi. Yes, എല്ലാവർക്കും മക്കളെ 9ാം ക്ലാസ്സിലേക്ക് സ്വാഗതം. യെസ്, നിങ്ങൾക്ക് സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. എന്തൊക്കെയാണ് സ്കൂൾ ഏതൊക്കെ സബ്ജക്റ്റ് എടുത്തു തുടങ്ങി? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോ. ഏതൊക്കെ സബ്ജക്റ്റിലെ ഏതൊക്കെ ചാപ്റ്റേഴ്സ് എടുത്തു തുടങ്ങി? ഫസ്റ്റ് ചാപ്റ്റർ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചിടത്തോളം എന്താ നിങ്ങളുടെ അവസ്ഥ? ആ കാര്യം കൂടി ഒന്ന് കമൻറ്റ് ചെയ്തോ. അപ്പോൾ നിങ്ങൾക്കറിയാം 9ാം ക്ലാസ്സിൽ ഇക്കൊല്ലം ഇതിൽ ഓൾ പാസ് ഇല്ല അല്ല. നിങ്ങൾക്കറിയാം, നിങ്ങൾ 8ാം ക്ലാസ് ചെയ്ത പോലെ തന്നെ 9ാം ക്ലാസ്സിൽ ഇക്കൊല്ലം ഇതിൽ ഓൾ പാസ് ഇല്ല. പഠിച്ചാൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ? പാസ്സാവുള്ളൂ. അപ്പോൾ നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന 5 കാര്യങ്ങൾ നിങ്ങൾ അടിപൊളിയായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 9ാം ക്ലാസ്സിൽ ടോപ്പർ ആവാം. 9ാം ക്ലാസ്സിൽ ഫുൾ A+ഓട് കൂടി പാസ് ആവാൻ പറ്റും. അതിനുള്ള കുറച്ച് ചെറിയ 5 കാര്യങ്ങൾ പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ വൺസ് അഗൈൻ വെൽക്കം ടു ജുപോൺ ക്ലാസ് 9. ഇറ്റ്സ് മീ ആൻഡ് നാഫി. അപ്പോൾ നിങ്ങൾ ആരൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിൽ ആർക്കൊക്കെ ഈ ഒരു ഫുൾ A+ അല്ലെങ്കിൽ മികച്ച മാർക്ക് നേടാൻ ആഗ്രഹമുണ്ട് അവർക്കൊക്കെ എന്ത് ചെയ്യുക, ഈ വീഡിയോയിൽ നിങ്ങൾ അയച്ചു കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് 9ാം ക്ലാസ്സിൽ എത്തിയിട്ട് എന്ത് തോന്നുന്നു എന്നുള്ള കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വരട്ടെ. യെസ്, എന്താണ്? ഫോണാണ്. നമുക്കറിയാം, നമ്മളിപ്പോൾ നമുക്ക് ഫോൺ വളരെ ആവശ്യമുള്ള ഒരു സംഭവമാണ്. അതായത് ഫോൺ ഒഴിവാക്കിക്കൊണ്ടുള്ള ലൈഫ് നമ്മളെ കൊണ്ട് പോസിബിൾ അല്ല. ഫോൺ നമുക്ക് പല കാര്യങ്ങൾക്ക് ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനും യൂട്യൂബിൽ ക്ലാസ് കാണാനും എജുപോണിൻ്റെ സൂപ്പർ ബാച്ച് ഉണ്ട്. ആ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കാനും ഒക്കെ എന്താവശ്യമാണ്? ഫോൺ ആവശ്യമാണ്. അപ്പോൾ നമ്മൾ എജുപോണിൻ്റെ സൂപ്പർ ബാച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ഫീച്ചേഴ്സ്, എല്ലാ സബ്ജക്റ്റിൻ്റെയും ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ 3499 ആണ് ഫീസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ താഴെ കാണാം മൊബൈൽ നമ്പറിലേക്ക് ഒന്ന് അയച്ചോട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചോ, ഫോണ് നമുക്ക് അങ്ങനെ അവിടെ ഒഴിവാക്കാൻ സാധിക്കും, നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കാനിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഫോണിൻ്റെ ഉപയോഗം കുറയ്ക്കണം. നിങ്ങളെപ്പോലുള്ള കുട്ടികൾ ഫോൺ അധിക സമയം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പഠനാവശ്യങ്ങൾക്ക് മാത്രമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുക? ഫോൺ ഉപയോഗിക്കുക അല്ലേ? പഠനാവശ്യങ്ങൾക്ക് മാത്രമായിട്ട്, പഠിക്കാനുള്ള ആവശ്യങ്ങൾക്ക് മാത്രമായിട്ട് നിങ്ങൾ എന്തുപയോഗിക്കുക? ഫോൺ ഉപയോഗിച്ച് ശീലിക്കുക. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കേട്ടോ. പഠിക്കാനല്ലെങ്കിൽ പഠന ആവശ്യങ്ങൾക്ക് മാത്രമായിട്ട് നിങ്ങൾ ഫോൺ ഉപയോഗിക്കുക എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം തീരുമാനിക്കുക. ആ പഠിക്കുന്ന സമയത്ത് മാത്രം നിങ്ങൾ ഫോൺ ഉപയോഗിക്കുക, അല്ലാത്ത സമയത്ത് നിങ്ങൾ ഫോൺ ഉപയോഗിക്കരുത്. ഫോൺ അധികമായിട്ട് ഉപയോഗിച്ചാൽ എന്ത് ചെയ്യും? നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടാത്ത പ്രശ്നം വരും, തലവേദന, അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്താ? ഫോൺ പഠന സമയത്ത് മാത്രം എന്ത് ചെയ്യുക? ഉപയോഗിക്കുക. പഠിക്കാനുള്ള ആവശ്യങ്ങൾക്ക് മാത്രം ഫോൺ ഉപയോഗിക്കുക. രണ്ടാമതായിട്ട്, എന്നെക്കൊണ്ട് പറ്റില്ല എന്ന ചിന്ത മാറ്റിയിട്ട് എന്നെക്കൊണ്ട് പറ്റില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരു പ്രശ്നം എന്താ? എനിക്ക് 9ാം ക്ലാസ്സിൽ ക്ലാസ് ടോപ്പർ ആവാൻ സാധിക്കില്ല, എനിക്ക് 9ാം ക്ലാസ്സിൽ ഫുൾ A+ നേടാൻ സാധിക്കില്ല, എനിക്ക് 9ാം ക്ലാസ്സിൽ മികച്ച മാർക്ക് നേടാൻ സാധിക്കില്ല, എനിക്ക് 9ാം ക്ലാസ്സിൽ അടിപൊളി ആവാൻ സാധിക്കില്ല. അങ്ങനെ എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ളൊരു ചിന്തയായിരിക്കും മെജോറിറ്റി ആളുകളുടെ മനസ്സിൽ. ആ പറ്റില്ല എന്ന് മാറ്റിയിട്ട് ഐ ക്യാൻ, എന്നെ കൊണ്ട് പറ്റും, ഞാൻ 9ാം ക്ലാസ്സിൽ അടിപൊളിയായിട്ട് പഠിക്കും, ഞാൻ 9ാം ക്ലാസ്സിൽ ഫുൾ A+ നേടും, ഞാൻ 9ാം ക്ലാസ്സിൽ മികച്ച മാർക്കോട് കൂടി 10ാം ക്ലാസ്സിലേക്ക് എത്തും, എന്നെ കൊണ്ട് പറ്റും, ഞാൻ കഷ്ടപ്പെട്ടാൽ എന്നെ കൊണ്ട് സാധിക്കും, ഞാൻ എഫേർട്ട് ഇട്ടാൽ എന്നെ കൊണ്ട് സാധിക്കും, ഞാൻ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്നെ കൊണ്ട് സാധിക്കും, എന്നെ കൊണ്ട് പറ്റും എന്നുള്ളൊരു ചിന്ത നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കട്ടോ. എന്നെ കൊണ്ട് പറ്റും, എന്നെ കൊണ്ട് സാധിക്കും, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും, ഞാൻ അടിപൊളിയാണ്, ഞാൻ സൂപ്പറാണ്, ഞാൻ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കും, എന്നെക്കൊണ്ട് പറ്റും എന്നുള്ള ഒരു ചിന്ത, ആ ഒരു സെൽഫ് കോൺഫിഡൻസ് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അത് ഉണ്ടാക്കിയെടുക്കാൻ തയ്യാറാണെങ്കിൽ, അത് നിങ്ങൾ മനസ്സിൽ ഉണ്ടാക്കിയെടുത്താൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? മുന്നോട്ടേക്ക് പോയിട്ട് മികച്ച മാർക്കോട് കൂടി പാസ്സാൻ പറ്റും. അല്ല, പാസ്സാവില്ല, ഫുൾ A+ തന്നെ നേടാൻ പറ്റും. ഐ ക്യാൻ, എന്നെക്കൊണ്ട് പറ്റില്ല എന്ന ചിന്ത മാറ്റിയിട്ട് ഐ ക്യാൻ, എന്നെക്കൊണ്ട് പറ്റും എന്നുള്ള ചിന്തയിലേക്ക് എത്തുക. അടുത്തത് മടി. നിങ്ങൾ നിർബന്ധമായിട്ടും ഒഴിവാക്കേണ്ട ഈ ഒരു മടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒഴിവാക്കണം. മടി നിങ്ങൾ ചിന്തിക്കാൻ കൂടി പാടില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാണ്? പഠിക്കാനിരിക്കുകയാണ്, 9ാം ക്ലാസ്സിലെ മാത്സ് ഇങ്ങനെ പഠിക്കാനിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ നോക്കുക, അത് വേണ്ട, ഇന്ന് വേണ്ട, നാളെ ഒരു മൂടില്ല, ഇങ്ങനെ മടി പിടിച്ച് നിങ്ങൾ എന്ത് ചെയ്യും? മാറി നിൽക്കില്ല. അങ്ങനെ ഒരിക്കലും ചെയ്ത് മടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒഴിവാക്കണം മക്കളെ. നിങ്ങളുടെ കൂടെ മടിയുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, നിങ്ങളെ കൂടെ മടി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടെങ്കിൽ അത് നിങ്ങളെ എന്ത് ചെയ്യും? പഠനത്തിൽ നിന്ന് പിന്നോട്ടേക്ക് വലിക്കും. മടി എന്നൊരു സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനിരിക്കുമ്പോൾ ഇൻട്രസ്റ്റ് കുറയും. മടി എന്നൊരു സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പല വിഷയങ്ങളോട് വെറുപ്പാകും. മടി എന്നൊരു സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ടൈം ഉറക്കം തോന്നും. അപ്പോൾ മടിയെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒഴിവാക്കുക. മടിയോട് നോ പറയാം, എനിക്ക് മടി പാടില്ല അല്ല. നിങ്ങൾ എന്ത് ചെയ്യുക? ഈ മടി ഒഴിവാക്കാനുള്ള ഏറ്റവും ടെക്നിക്ക് എന്താ പറയുക? നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം നമ്മൾ ഇഷ്ടപ്പെടുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാണ്? നാളെ സോഷ്യൽ സയൻസിൽ ഹിസ്റ്ററി പഠിക്കാൻ പോവുക. അപ്പോൾ കുറേ കുട്ടികൾക്ക് സോഷ്യൽ സയൻസ് ഇഷ്ടം ഉണ്ടാവില്ല, കുറേ കുട്ടികൾക്ക് മാത്സ് ഇഷ്ടം ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് നിങ്ങൾ പഠിക്കാൻ ഓട്ടോമാറ്റിക്കായിട്ട് എന്താ സംഭവിക്കുക? നിങ്ങൾക്ക് അവിടെ മടി വരും. അപ്പോൾ നിങ്ങൾ ഏതൊരു സാധനം ചെയ്യുമ്പോഴും അതിനെ ഇഷ്ടപ്പെടുക, അതിനെ സ്നേഹിക്കുക, അതിനൊരു ഇൻട്രസ്റ്റ് കാണിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ എന്തൊഴിവാകും? മടി ഒഴിവാകും. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ ഇഷ്ടത്തോടു കൂടി, താല്പര്യത്തോടു കൂടി, ഇൻട്രസ്റ്റോടു കൂടി ചെയ്യുകയാണെങ്കിൽ ആ ഒരു മടി അല്ലെങ്കിൽ ആ ഒരു ലേസിനെസ് എന്ന് പറഞ്ഞൊരു സംഭവം നിങ്ങളുടെ ലൈഫിൽ നിന്ന് എന്ത് ചെയ്യും? ഒഴിവാകും എന്നുള്ളൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. സേ നോ ടു മടി. ഇല്ലേ, മടിയോട് എന്ത് പറയുക? നോ എന്ന് പറയുക. എല്ലാ കാര്യങ്ങളും ഇൻട്രസ്റ്റോടു കൂടി, താല്പര്യത്തോടു കൂടി അടിപൊളിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അടുത്തത്, നിങ്ങൾ മറ്റൊരു പ്രശ്നമാണ്, നിങ്ങൾക്ക് ഇങ്ങനെ പഠിക്കാനിരിക്കുമ്പോൾ ഒരു ഉറക്കം വരുന്നില്ല. ഈ പഠിക്കാനിരിക്കുമ്പോൾ ഉറക്കം വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ? ശരിക്കും നമ്മൾ ഉറങ്ങേണ്ട സമയം രാത്രിയാണ്. രാത്രി നമ്മൾ ശരിക്കും ഉറങ്ങാത്തതുകൊണ്ട്, രാത്രി നമ്മൾ മര്യാദയ്ക്ക് ഉറങ്ങാത്തതുകൊണ്ട്, രാത്രി നമ്മൾ അടിപൊളിയായിട്ട് ഉറങ്ങാത്തതുകൊണ്ട്, രാത്രി നമ്മൾ പ്രോപ്പറായിട്ട് ഉറങ്ങാത്തതുകൊണ്ടാണ് നമുക്ക് എന്ത് വരുന്നത്? പല സമയത്ത് ഇപ്പോൾ ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ
പലതരത്തിലുള്ള ആവികൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പം ഈ പഠിക്കാനിരിക്കുന്ന സമയത്തും നിങ്ങൾ ക്ലാസ് ഇരിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഈ അൺനെസസറി സ്ലീപ്പ് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ? നിങ്ങൾ നിങ്ങളുടെ ഉറക്കം പ്രോപ്പർ ആക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ രാത്രി 10 മണിക്ക് നിങ്ങൾ ഉറങ്ങണം, രാവിലെ ഒരു 6 മണിക്ക് നിങ്ങൾ എണീക്കണം. 10 to 6 അല്ലെങ്കിൽ 10 to 5:30 എന്നുള്ളൊരു സമയം നിങ്ങൾ ഡെയിലി ഉറങ്ങാൻ ശീലിക്കുക. അപ്പോൾ നിങ്ങൾ പലപ്പോഴും ഫോണിൽ കളിച്ച് അല്ലെങ്കിൽ വീട്ടിൽ TV ഒക്കെ കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? സമയം അധികമായിട്ട് സ്പെൻഡ് ചെയ്യും. അതൊരിക്കലും ചെയ്യരുത്. 10 to 6, 10 to 5:30 ഈ ഒരു ടൈം സ്കെഡ്യൂൾ നിങ്ങൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക? ഫോളോ ചെയ്യണം. 10 to 6 അല്ലെങ്കിൽ 10 to 5:30 എന്നുള്ളൊരു ടൈം സ്കെഡ്യൂൾ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ, അത് ആ ഒരു ഉറക്കം ആ സമയത്ത് തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് ഉറങ്ങുകയാണെങ്കിൽ പകൽ നിങ്ങൾക്ക് സ്കൂളിലിരിക്കുമ്പോഴോ രാത്രി നിങ്ങൾക്ക് പഠിക്കാനിരിക്കുമ്പോഴോ ഒരു കാരണവശാൽ എന്ത് വരില്ല? ഉറക്കം വരില്ല. നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. അടുത്തത്, നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് എസ്പെഷ്യലി എക്സാം സീസണിൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഓഗസ്റ്റ് 25 ഓണം എക്സാം ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു ഓഗസ്റ്റ് 15 മുതൽ നിങ്ങൾ TV കാണരുത്. TV-യിൽ സിനിമ, അതേപോലെ വെബ് സീരീസ്, അനീമ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവം ഉണ്ടല്ലോ, അത് നിങ്ങൾ ഒഴിവാക്കണം. എക്സാം സമയത്ത് എക്സാമിൻ്റെ മൂട്ടിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? എക്സാം അടുപ്പിച്ച് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ യാതൊരു കാരണവശാലും സിനിമയോ അല്ലെങ്കിൽ വെബ് സീരീസോ ആനിമോ ഒന്നും കാണാൻ നിൽക്കരുത്. എക്സാം സമയത്ത്, എക്സാമിനോട് അടുപ്പിച്ച് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഈ പറഞ്ഞ സാധനങ്ങളൊന്നും യാതൊരു കാരണവശാലും കാണരുത്. ശ്രദ്ധിക്കണം. എക്സാം അടുപ്പിച്ച് നിൽക്കുന്ന സമയത്ത് വെബ് സീരീസ്, ആനിമ, മൂവീസ്, ഈ സംഭവങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യരുത്? കാണരുത്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യും? എക്സാമിന് പഠിച്ച കാര്യങ്ങൾക്ക് പകരം നിങ്ങൾ എക്സാം ഹാൾ പോകുമ്പോൾ സിനിമയിലെ ഡയലോഗോ ആനിമയിലെ സീനൊക്കെ എനിക്ക് ഓർമ്മ വരിക. അപ്പോൾ എക്സാം സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യരുത്? ഇത് കണ്ടിട്ട് അധികം സമയം കളയരുത്. അപ്പോൾ ഈ രീതിയിൽ കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ തയ്യാറാണെങ്കിൽ, ഈ കാര്യങ്ങൾ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 9ാം ക്ലാസ്സിൽ മികച്ച മാർക്കോട് കൂടി പാസ്സാവാം, ഫുൾ A+ കൂടി പാസ്സാവാം. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളൊരു ആഗ്രഹം ഉണ്ടാക്കിയെടുക്കുക, എന്നെക്കൊണ്ട് സാധിക്കും, എന്നെക്കൊണ്ട് പറ്റും എന്നിട്ട് ഫോൺ ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുക, മടിയോട് നോ പറയുക. അതേപോലെ തന്നെ അനാവശ്യമായുള്ള ഉറക്കം ഒഴിവാക്കാനായിട്ട് കറക്റ്റ് ഒരു ടൈം സ്കെഡ്യൂൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഉറങ്ങാൻ ശീലിക്കുക. ഈ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ തേടി ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് തന്നെ വരുന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിൽ ആർക്കൊക്കെ 9ാം ക്ലാസ്സിൽ ഫുൾ A+ നേടാൻ ആഗ്രഹമുണ്ടോ അവർക്കൊക്കെ വീഡിയോ അയച്ചു കൊടുക്കുക. ഇത്ര അപ്ഡേറ്റ്സിനായിട്ട് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.